വിദേശ മലയാളികൾ തെരഞ്ഞെടുപ്പിലും ഞെട്ടിച്ചിരിക്കുന്നു. വോട്ടവകാശമുള്ള വിദേശ ഇന്ത്യക്കാരിൽ വോട്ട് ചെയ്തവർ വളരെ കുറവാണെങ്കിലും ആ ചെയ്തവരിൽ 90% ചെയ്തത് മലയാളികൾ തന്നെയാണ്. വിദേശ ഇന്ത്യക്കാർ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യുന്നതിൽ വലിയ ഉത്സാഹം ആദ്യം കാണിച്ചുവെങ്കിലും ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ വളരെ മോശം പങ്കാളിത്തമാണ് വിദേശ ഇന്ത്യക്കാർ കാണിച്ചതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2014 ഏകദേശം 1,20,000 പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ 2,958 പ്രവാസി വോട്ടർമാർ മാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് അധികൃതർ പറയുന്നത്. ഇവരിൽ 2,670 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. അതായത് ഏകദേശം 90% പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എത്തിയത്. നമുക്കറിയാം, കർണാടക, ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിലെല്ലാം വിദേശ വോട്ടർമാരുടെ എണ്ണം തന്നെ വട്ടപൂജ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ 885 വിദേശ വോട്ടർമാരിൽ വോട്ട് ചെയ്യാൻ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 പേർ മാത്രമാണ് എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ ഗുജറാത്തുകാർക്ക് പോലും താല്പര്യമില്ല എന്നുള്ളത് ഒരു സൂചന. 1097 NRI വോട്ടർമാരിൽ 17 പേർ മാത്രം വോട്ട് ചെയ്ത മഹാരാഷ്ട്രയിലും ഇത് തന്നെയാണ് കഥ. പിന്നീട് ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത 7,927 195 പേർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. അസമിലാകട്ടെ 19 പേരിൽ ആരും വോട്ട് ചെയ്തില്ല. വലിയ വീരവാദം മുഴക്കുന്ന മുഖ്യമന്ത്രിക്കും ഒരാളെ പോലും വിദേശത്ത് നിന്ന് വോട്ട് ചെയ്യാൻ എത്തിക്കാനായിട്ടില്ല. 89 പേർ രജിസ്റ്റർ ചെയ്ത ബീഹാറിലും 84 പേർ രജിസ്റ്റർ ചെയ്ത ഗോവയിലും ആരും തന്നെ വോട്ടവകാശം വിനിയോഗിക്കാൻ എത്തിയിട്ടില്ല. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം 1,19,374 പേർ വിദേശ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടന്നത്. 89,839 പേർ. 2019 99,844 വിദേശ വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തത്. 2019 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രജിസ്റ്റർ ചെയ്ത വിദേശ വോട്ടർമാരുടെ എണ്ണം 19,500-ലധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പുതിയ വോട്ടെടുപ്പുകളിൽ അവരുടെ പങ്കാളിത്തം വളരെ മോശമായിരുന്നു. NRI വോട്ടർമാർ എന്നത് പൊതുപദമാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ വിദേശ വോട്ടർമാർ എന്നാണ് വിശേഷിപ്പിച്ചത്. വിവിധ കാരണങ്ങളാൽ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ ലോക്സഭയിലും അവരവരുടെ അസംബ്ലിയിലും മറ്റും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ യോഗ്യരാണ്. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത NRI വോട്ടർമാർ അതത് ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തണം. തിരിച്ചറിയൽ രേഖയായി അവർ തങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് കാണിക്കണം. യോഗ്യരായ വിദേശ ഇന്ത്യക്കാർക്ക് പ്രോക്സി വോട്ടിംഗ് അവകാശം അനുവദിക്കുന്നതിനുള്ള ബില്ല് 2018 ഓഗസ്റ്റിൽ 16ാം ലോക്സഭ പാസാക്കിയെങ്കിലും ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവരാനായില്ല. 2020 സർവീസ് വോട്ടർമാർക്ക് മാത്രം ലഭ്യമായിരുന്ന ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സൗകര്യം യോഗ്യതയുള്ള വിദേശ ഇന്ത്യൻ വോട്ടർമാർക്കും വ്യാപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിരുന്നു. അതിന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തണം. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. തപാൽ ബാലറ്റിലൂടെയുള്ള വോട്ടിംഗ് സുഗമമാക്കുന്നതിന് ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് നിരവധി അപേക്ഷകൾ ലഭിക്കുന്നുണ്ടെന്ന് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഭീമമായ യാത്രാ ചെലവ്, അതുപോലെ വിദേശ ജോലിയിലെ നിർബന്ധിതാവസ്ഥ, വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് വ്യക്തിപരമായി വോട്ട് ചെയ്യാൻ പലർക്കും സാധിക്കാത്തതിൻ്റെ കാരണമായി വോട്ടർമാർ പറയുന്നത്. ഏതായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് സംവിധാനമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ ഭാഗവാക്കാകണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ടെങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയാം, അതിൽ 97%-ലേറെയും വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു. എല്ലാം സഹിച്ചും വോട്ട് ചെയ്യാൻ എത്തണമെന്ന് കരുതുന്നവർക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വിലങ്ങ് തടിയായി വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് EVM-ലെ വിശ്വാസ്യത തടസ്സമാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഇത്രയും വലിയ പണം മുടക്കി പണി കളഞ്ഞ് വോട്ട് ചെയ്യാനെത്തിയാലും
ഇനി EVM-ൽ കൃത്രിമം നടന്നാൽ തങ്ങളുടെ വോട്ടിന് അവിടെ വിലയില്ലാതാകുമെന്ന് അവർ വിശ്വസിക്കുന്നു, അവർ ആശങ്കപ്പെടുന്നു. ഇതൊക്കെയാണ് ഇത്രയും വോട്ടർമാരുണ്ടായിട്ടും ആരും എത്താതിരുന്നത്. മാത്രമല്ല, EVM കൃത്രിമം നടത്താൻ സമ്മതിക്കാത്ത കേരളത്തിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വളരെ കൂടുതലാണെന്നതും EVM വിഷയത്തിന്റെ ആക്കം കൂട്ടുകയാണ്.